വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, എന്താണെങ്കിലും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുകയാണ് വയനാട്. പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ സ്ഥാനാർത്ഥിത്വം അത് വയനാട്ടിൽ നിന്നുള്ളതാണെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിനെ ഏറ്റവും വ്യത്യസ്തവും ആകർഷകവും ആക്കുന്ന ഒരു പ്രധാന ഘടകം എന്നുള്ളത്. എന്നെങ്കിൽ കൂടി വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തോടെയുള്ള വിജയം പ്രിയങ്ക ഗാന്ധിയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ LDFും ഒപ്പം തന്നെ BJP ഉണ്ടാക്കുന്ന മത്സരത്തെ നമുക്ക് കാണാതിരിക്കാനാവില്ല. എത്തരത്തിലാണ് ഈ ഘട്ടത്തിൽ അവിടുത്തെ ഒരു മുന്നണികളുടെ പ്രതീക്ഷകളും മറ്റ് സാഹചര്യങ്ങളുമൊക്കെ ഈ ഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ അതെങ്ങനെയാണ് രതീഷ്? സംഗീത, നമുക്കറിയാം തീർച്ചയായും ഒരു പാൻ ഇന്ത്യൻ മത്സരമാണ് വയനാട്ടിൽ 2019 മുതൽ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ദേശീയ ശ്രദ്ധയിലേക്ക് വയനാട് ലോക്സഭാ മണ്ഡലം വരികയാണ്. അതോടെ ഒരു പാൻ ഇന്ത്യൻ സ്വഭാവം വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വന്നിരുന്നു. അത് ദേശീയ തലത്തിൽ തന്നെ പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പായി മാറി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വരവ് തന്നെയാണ്. അതിന്റെ തുടർച്ചയാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ മത്സരരംഗത്തുണ്ടാവുന്നു. മാത്രവുമല്ല അവരുടെ കന്നി അംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ UDFന് മേൽക്കെയുള്ള മണ്ഡലം എന്നതിനപ്പുറത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം നേടിക്കൊടുക്കുക എന്നത് UDFനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ച് തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമുണ്ടെങ്കിലും 2024 1 ലക്ഷത്തിലധികം വോട്ട് രാഹുൽ ഗാന്ധിക്ക് കുറഞ്ഞു എന്നുള്ളത് അവരെ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഈ UDFന്റെ വലിയ പ്രചരണം, താരപ്രചരണമാണ് വയനാട്ടിൽ നടന്നത്. വലിയ ദേശീയ നേതാക്കൾ ഏതാണ്ട് മുഴുവൻ പേരും എത്തി. കോൺഗ്രസിന്റെ രാജ്യത്തെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരെല്ലാവരും തന്നെ എത്തി. അത്തരത്തിൽ വലിയ താരപ്രചാരം നൽകിയത് ഈ വോട്ട് വർധന വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. കാരണം 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് കന്നി അംഗത്തിൽ ലഭിക്കണം എന്നുള്ള ഒരു കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി. അത് മാത്രമല്ല, ഇത് ദേശീയ ശ്രദ്ധയിലേക്ക് പ്രിയങ്കയുടെ വരവ് വലിയ തരത്തിലുള്ള ദേശീയ തലത്തിലേക്കുള്ള ശ്രദ്ധ ആവാൻ ഒരു BJPക്ക് ഉൾപ്പെടെയുള്ള ഒരു താക്കീത് പോലെ പ്രിയങ്കയുടെ വിജയമായി മാറണം എന്ന ഒരു തരത്തിലുള്ള ധാരണ, അങ്ങനെ ഒരു ലക്ഷ്യം കോൺഗ്രസിനുണ്ട്, UDFനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ജാഗ്രതയോടെ അവർ നിർവഹിക്കുന്നത്. മാത്രവുമല്ല, ഒരു UDF മണ്ഡലം എന്ന നിലയിൽ മേൽക്കൈയുണ്ട് എന്നതുകൊണ്ട് തന്നെ ജാഗ്രത കുറവ് കാണിക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ വർഷത്തെ ആ വോട്ടിലെ കുറവ് അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലാണ് UDFന്റെ ക്യാമ്പ് ഉള്ളത്. മാത്രവുമല്ല, ഇന്ന് സ്ഥാനാർത്ഥി ഇന്ന് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പ്രിയങ്ക ഗാന്ധി ഇന്ന് രാവിലെ ചില ബൂത്തുകൾ ഉൾപ്പെടെ സന്ദർശിച്ചേക്കാം, ചിലയിടങ്ങളിലൊക്കെ പോയേക്കാമെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. സത്യൻ മുഖേരിയുണ്ട്, അതുപോലെ തന്നെ നവ്യ ഹരിദാസും ജില്ലയിലുണ്ട്. വിവിധ ബൂത്തുകളിലും വിവിധ ക്ഷേത്ര സന്ദർശനങ്ങളൊക്കെ ഉൾപ്പെടെ ആയിട്ട് 3 സ്ഥാനാർത്ഥികളും ഇവിടെയുണ്ട്. സത്യൻ മുഖേരി ചൂരൽമലയിൽ ഉൾപ്പെടെ സന്ദർശനം നടത്തും. അതുപോലെ തന്നെ നവ്യ ഹരിദാസും വിവിധ ബൂത്തുകളിലൊക്കെ തന്നെ സന്ദർശനം നടത്തുമെന്നാണ് അറിയുന്നത്. LDFനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 2014 വലിയ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞ MI ഷാനവാസിന്റെ ഭൂരിപക്ഷം 20,800 എത്തിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് സത്യൻ മുഖേരി. അതുകൊണ്ട് തന്നെ ഒരു മുൻകാല പരിചയം വയനാടിനെ സംബന്ധിച്ച്, വയനാട് മണ്ഡലത്തെ സംബന്ധിച്ച് വലിയ പരിചയസമ്പന്നരായ ആളെന്ന നിലയിലാണ് സത്യൻ മുഖേരിയെ LDF മുന്നോട്ട് വെച്ചത്. അത് LDF പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരു തരത്തിൽ 2014 പോലെ അതിനേക്കാൾ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം വയനാട്ടിലുണ്ട് എന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. മാത്രവുമല്ല, ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും. തങ്ങളുടെ വോട്ട് വർധനയിലും ഒരുപക്ഷെ അട്ടിമറി വിജയത്തിലേക്കും എത്തുമെന്ന് LDF ക്യാമ്പ് വിശ്വസിക്കുന്നുണ്ട്. NDA സംബന്ധിച്ച് കഴിഞ്ഞ തവണ 2024 കെ സുരേന്ദ്രനാണ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് മത്സരിച്ചത്. 1,40,000 വോട്ടുകൾ BJPക്ക് സംശീകരിക്കാനായി. അപ്പോൾ ആ വോട്ട് നിലനിർത്തുന്നതിന്റെ അപ്പുറത്ത് കൂടുതൽ NDAയുടെ സാധ്യത വയനാടിന്റെ നിയോജക മണ്ഡലങ്ങളിൽ 7 നിയോജക മണ്ഡലങ്ങളിലും എത്തിക്കുക എന്ന വലിയ ദൗത്യം നവ്യ ഹരിദാസ് എന്ന പുതുമുഖ സ്ഥാനാർത്ഥിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. BJPയുടെ പ്രധാന ലക്ഷ്യം ന്യൂനപക്ഷ ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കുക എന്നതാണ്. കാരണം ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ് ഈ വയനാട് മണ്ഡലത്തിൽ ധാരാളമുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ മേൽക്കൈ തങ്ങൾക്ക് വോട്ടായി മാറണം. അത്തരം പ്രവർത്തനങ്ങൾ NDA നടത്തുന്നുണ്ട്. അത്തരം സജീവമായി ഇത്തരം മതനേതാക്കളെ ഉൾപ്പെടെ കണ്ടുകൊണ്ടുള്ള ഒരു വോട്ടിന്റെ ഉറപ്പുവരുത്തൽ NDA നടത്തുന്നുണ്ട്. അത് അവർക്ക് ഉറപ്പായും മേൽക്കൈ ഉണ്ടാക്കുമെന്നാണ്
NDA ക്യാമ്പ് വിശ്വസിക്കുന്നത്. വയനാട്ടിലെ പ്രധാന വിഷയമായി വികസന പ്രശ്നമായി ചർച്ച ചെയ്യുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ബദൽപാതകൾ സംബന്ധിച്ചുള്ള വലിയ വിഷയം ജനങ്ങൾക്കിടയിലുണ്ട്. ബദൽപാതകൾ എങ്ങനെ എന്നത് സംബന്ധിച്ചുള്ള പ്രശ്നമുണ്ട്. രാത്രിയാത്രാ നിരോധനം വർഷങ്ങളായി 1.5 പതിറ്റാണ്ടായി രാത്രിയാത്രാ നിരോധനമുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലും 2 സംസ്ഥാനങ്ങളും കർണാടകയിലും. അതുകൊണ്ട് തന്നെ യോജിച്ച ഒരു പ്രവർത്തനം കേന്ദ്രത്തിൽ ഇടപെടൽ നടത്തിയാൽ ഒരുപക്ഷെ രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെ മാറുമെന്ന ഒരു പ്രതീക്ഷ ജനങ്ങളിലുണ്ട്. അതും ഈ വളരെ പ്രധാനപ്പെട്ട അതാണ്. അത് ഒരുപക്ഷെ UDF അനുകൂലമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് പുറമെ ഈ മെഡിക്കൽ കോളേജിന്റെ വിഷയം, അതുപോലെ തന്നെ ചൂരൽമലയിലെയും ഉണ്ടക്കയിലെയും ഈ ദുരന്താനന്തരമുണ്ടായ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം. കേന്ദ്രം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള ഒരു തരത്തിലുള്ള ദുരിതാശ്വാസ സഹായവും നൽകിയില്ല എന്ന ആക്ഷേപം വളരെ ശക്തമാണ്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായെങ്കിലും അതൊരു ആഘോഷം എന്നതിലുപരി മറ്റൊന്നും സംസ്ഥാനത്തിനോ ഈ വയനാടിനോ ലഭിച്ചില്ല. ദുരന്താനന്തരം എന്നുള്ള വലിയ ചർച്ചയുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി നിൽക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിന്റെ കാര്യം വയനാടിന്റെ പ്രാദേശിക വികസനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 3 മണ്ഡലങ്ങളിലും വളരെ പ്രധാനപ്പെട്ട എല്ലാ തെരഞ്ഞെടുപ്പുകളും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം നിലയിൽ മെഡിക്കൽ കോളേജിന്റെ പ്രാഥമികമായ പ്രവർത്തനം, അതിന്റെ വളർച്ച, അതിന് മറ്റു വികസനം ഒക്കെ മെല്ലെപ്പോക്ക് ഉണ്ടെന്ന ആക്ഷേപം മറ്റു മുന്നണികൾ ഉന്നയിക്കും. അതും തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരിക്കും ഇത്തവണ വയനാട്ടിൽ. ഇത്തരത്തിൽ സമഗ്രമായ രീതിയിൽ വയനാടിന്റെ പരിസ്ഥിതി വിഷയം. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യ വന്യജീവി സംഘർഷം. നിരവധി ആളുകളാണ് വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നത്. വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അവ വനവും നാടും തമ്മിൽ വേർതിരിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടു കൂടി നടപ്പാക്കാൻ കഴിയും.